പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ രാത്രിയിലെ മീറ്റിങ്ങിനായി സ്തോത്രം. ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ സൂം പ്ലാറ്റ്ഫോമിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവനും ചിന്തിക്കുവാൻ, പഠിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നടത്തപ്പെടുന്ന എല്ലാ ആത്മീക ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിലെ ബൈബിൾ ക്ലാസ്സിന് ദൈവം അനുഗ്രഹിക്കണമേ. ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ആമേൻ. കർത്താവെ, ഈ ബൈബിൾ ക്ലാസ് ആമേൻ സൂമിലൂടെയും കർത്താവെ ഫേസ്ബുക്ക് ലൈവിലൂടെയും യൂട്യൂബിലേക്ക് കൂടെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവന പഠനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീക അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ട്രിനിറ്റി മിനിസ്ട്രി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഫൗണ്ടർ ചെയർമാനായിരിക്കുന്ന തോമസ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ പ്രിയപ്പെട്ടവരും ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ബൈബിൾ ക്ലാസ് എടുക്കുന്ന കർത്താവദാസൻ സുരേഷ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചുമറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചൊവ്വാഴ്ചയും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, സഹോദരിമാരെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ സുരേഷ് പാസ് ദൈവനം പഠിപ്പിക്കുവാൻ പോകുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ബൈബിൾ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ സുരേഷ് പാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹത്തോടെ ബൈബിൾ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ ശബ്ദം കേൾക്കാമോ? കേൾക്കാം മാസ്റ്റർ, കേൾക്കാം. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയില് വീഡിയോ ഓണായില്ലെന്ന് തോന്നുന്നു. സ്തോത്രം. അവിടെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില ആഴ്ചകളായിട്ട് നാം ദൈവവചനത്തിന്റെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ബൈബിൾ നീതിയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബൈബിൾ നീതിശാസ്ത്രത്തോട് ബന്ധപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പേരുകളെ കുറിച്ചും ആ പേരുകളുടെ പൊരുളുകളെ കുറിച്ചും ഒക്കെ നാം അല്പമായിട്ട് ഹ്രസ്വമായി നാം ചിന്തിക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ മശിഹ എന്നുള്ള നാമത്തോട് ബന്ധപ്പെട്ട് ഉള്ള ഭാഗമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിക്കുവാൻ പഠിച്ചത്. കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് ചെയ്ത ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിനെ കുറിച്ച് ചിന്തിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നാം ക്ലാസ് നിർത്തിയത്. കർത്താവ് ചെയ്ത തൻ്റെ ഭൗമിക ജീവിതകാലത്ത് താൻ ചെയ്ത ശുശ്രൂഷ പ്രവാചക ശുശ്രൂഷയായിരുന്നു എന്ന് നാം അറിയുന്നു. ഇന്ന് കർത്താവ് പുരോഹിതനായി പൗരോഹിത്യ ശുശ്രൂഷ നമുക്കായി പിതാവായ ദൈവത്തിൻ്റെ തിരുമുൻപാകെ പക്ഷപാതം ചെയ്യുന്ന പൗരോഹിത്യ ശുശ്രൂഷ ഇന്ന് താൻ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാളെ കർത്താവ് രാജാവായി മടങ്ങി വരും എന്ന വലിയ പ്രതീക്ഷയോടെ, ഭാഗ്യകരമായ പ്രത്യാശയോടെ നാം കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ ഐഹിക കാലത്ത് താൻ ചെയ്ത പ്രവാചക ശുശ്രൂഷയുടെ പ്രധാന ഘടകങ്ങളെക്കുറിച്ച് നാം ഒന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നാം കടന്നുപോയി. കർത്താവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ കർത്താവ് ഈ ലോകത്ത് താൻ ആയിരുന്ന നാളുകളിൽ താൻ ദൈവമായിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് കരുതാതെ ദാസരൂപമെടുത്ത് മനുഷ്യനായി ഭൂമിയിൽ വിളങ്ങി എന്ന് വായിക്കുന്ന അർത്ഥത്തിൽ കർത്താവ് തൻ്റെ ഐഹിക ജീവിതത്തിൽ തൻ്റെ ശുശ്രൂഷ
പ്രവാചക ശുശ്രൂഷയായിരുന്നുവെന്നും ആ പ്രവാചക ശുശ്രൂഷയുടെ പ്രഥമമായ ഭാഗം ദൈവരാജ്യം ഘോഷിക്കുക, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുക എന്നുള്ളതായിരുന്നു പ്രവാചകന്റെ ഏറ്റവും പ്രഥമമായ, ഏറ്റവും പ്രാധാന്യമുള്ള പ്രവൃത്തിയുടെ ഭാഗം. ദൈവരാജ്യത്തെ പ്രഘോഷിക്കുക. നാം അത് പുതിയ നിയമത്തിന്റെ ആരംഭ സമയം മുതൽ, അതായത് അപ്പോസ്തല പ്രവൃത്തിയുടെ ആരംഭം മുതൽ പ്രവാചക ഗണത്തിന്റെ ശുശ്രൂഷ ദൈവരാജ്യത്തെ പ്രഘോഷിക്കുന്നതാണ് എന്ന് ആ അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യ ഭാഗം മുതൽ നാം കാണുന്നുമുണ്ട്. കർത്താവ് തൻ്റെ ശുശ്രൂഷാകാലത്ത് ചെയ്ത പ്രവാചക ശുശ്രൂഷയുടെ ആദ്യത്തെ ഘടകം, ആദ്യത്തെ പ്രാധാന്യമേറിയ ഘടകം ദൈവരാജ്യം പ്രഘോഷിക്കുക എന്നുള്ളതായിരുന്നു. ഇന്നത്തെ പ്രവാചകന്മാരെ കൂട്ട് അല്ല. ഞാൻ 40 വർഷമാകുന്നു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചിട്ട്. ഈ 40 വർഷത്തിനകത്ത് ഈ പെന്തക്കോസ്ത്, മറ്റ് സഭയെക്കുറിച്ച് എനിക്കറിയില്ല, പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രവാചക ശുശ്രൂഷ അല്ല, കർത്താവിൻ്റെ ശുശ്രൂഷ, പ്രവാചക ശുശ്രൂഷയുടെ കർത്താവിൻ്റെയും ആദ്യ നാളത്തെ സഭയുടെയും ഒക്കെ പ്രവാചക ശുശ്രൂഷയുടെ പ്രഥമ ഘടകം ദൈവരാജ്യത്തെ പ്രഘോഷിക്കുക എന്നുള്ളതായിരുന്നു. അടുത്ത രണ്ടാമത്തെ ഘടകം വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും മുന്നറിയിക്കുക. ദൈവജനത്തോട് വരാൻ പോകുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ പാപാവസ്ഥയെ ബോധ്യപ്പെടുത്തി വരാൻ പോകുന്ന ഒരു വലിയ ന്യായവിധി മനുഷ്യന്റെ മുന്നിൽ ഉണ്ട് എന്ന്, ദൈവ മക്കളുടെ മുൻപിൽ ഉണ്ട് എന്ന്, ആ ന്യായവിധിയുടെ ഭയങ്കരത്വത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ ഘടകമായി ദൈവജനത്തെ ഈ ന്യായവിധി മുൻപിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി അവരെ ഗ്രഹിപ്പിച്ച് അതിനെ തരണം ചെയ്യത്തക്കവണ്ണം കർത്താവിൻ്റെ ആ സ്വഭാവ വിശേഷത്തിലേക്ക് ഇന്ന് നാം പഠിക്കാൻ പോവുകയാണ്. ദൈവജനത്തെ അതിനെ മറികടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടതിന്, ജയിച്ചപ്പുറത്തേക്ക് പോകേണ്ടതിന് പ്രോത്സാഹിപ്പിക്കുകയും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷ. ഈ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ അടങ്ങിയതാണ് പ്രവാചക ശുശ്രൂഷ. അത് കർത്താവാണ് അതിൻ്റെ മാനദണ്ഡം. കർത്താവ് തൻ്റെ ഐഹിക ജീവിത കാലം മുഴുവൻ ഈ ശുശ്രൂഷയിൽ താൻ വ്യാപൃതൻ ആയിരുന്നു. ഓരോ വിശ്വാസിക്കും, ഓരോ ശുശ്രൂഷകനും വളരെ വ്യക്തമായി അത് അറിഞ്ഞിരിക്കേണ്ടതും ജീവിതത്തിൽ പാലിക്കേണ്ടതും ആണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് താൻ നിർവഹിച്ച പ്രവാചക ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് തൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കുവാൻ, പഠിക്കുവാൻ ആരംഭിച്ചു. ആരംഭം ഇങ്ങനെയായിരുന്നു: ഒരു വ്യക്തിയുടെ സ്വരൂപം, ഒരു വ്യക്തിയുടെ രൂപവും അവൻ്റെ സ്വഭാവവും അത് പരസ്പര പൂരകം ആയിരിക്കുന്നു എന്ന് വേദപുസ്തകത്തിലും, അതല്ല ലോകത്തും അങ്ങനെ തന്നെ ആയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ, പഠിച്ചാൽ അത് ഗ്രഹിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ഒരു മനുഷ്യന്റെ രൂപവും സ്വരൂപവും അവൻ്റെ സ്വഭാവവും നമ്മളൊക്കെ പലപ്പോഴും നമുക്ക് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഒരുവന്റെ ശരീരഭാഷ. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെയൊക്കെ സംസാരിക്കുന്ന, പ്രസംഗിക്കുന്ന അവർ ഒരു വിഷയം സംസാരിക്കുന്നത് അതിൽ തെറ്റോ കുറ്റമോ പോരായ്മയോ ഒക്കെ വന്നാലും, അല്ലെങ്കിൽ വന്നില്ലെങ്കിലും, അടുത്ത സെക്കൻഡിൽ അവർ പറഞ്ഞതിന് അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ അവർ ചെയ്യുകയും വീണ്ടും അത് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവം. അപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ആ വ്യക്തിയുടെ ശരീരഭാഷ കാണുമ്പോൾ അറിയാം ഇവൻ എങ്ങനെയുള്ളവനാണ് എന്ന്. അത് ലോകപ്രകാരവും ആത്മീയ പ്രകാരവും അതിന് യാതൊരു വ്യത്യാസമുള്ള കാര്യമല്ല. ഒരു സ്വരൂപം, ഒരു മനുഷ്യന്റെ ആ ഒരു രൂപവും അവൻ്റെ ആ രൂപഭാവങ്ങളും അവൻ്റെ സ്വഭാവവുമായിട്ട് വളരെ പൊരുത്തപ്പെട്ട്, അല്ലെങ്കിൽ അത് തമ്മിൽ പരസ്പര പൂരകമായിട്ട് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും.
ഈ സ്വഭാവത്തിനനുസരിച്ചാണ് ആ വ്യക്തിയുടെ പെരുമാറ്റം ഉണ്ടാകുന്നത്. അത് വളരെ വേർതിരിച്ച് ഒരു വിശ്വാസി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആ വ്യക്തിത്വത്തെ വാർത്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ അവൻ ഒരു പുതിയ മനുഷ്യനായി, ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി വളർന്നു വരേണ്ടതിൻ്റെ ഭാഗത്ത് അത് ക്രിസ്തുവിൽ നിന്ന് ആർജിച്ച് എടുക്കേണ്ട ആ പെരുമാറ്റ വിശേഷത്തെ വെളിപ്പെടുത്തുന്ന ഗഹനമായ അതിശ്രേഷ്ഠമായ ഭാഗമാണ് തിരുവഴുത്തിന്റെ പുതിയ നിയമ ഭാഗങ്ങളിലേക്ക്, കർത്താവിന്റെ സ്വഭാവ വിശേഷത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിന്റെ ആളത്വം, ആ യേശുക്രിസ്തുവിന്റെ ആളത്വവും ഈ ആളത്വത്തിന്റെ നിഗൂഢതയും അത് മനസ്സിലാക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ ലോകമനുഷ്യർക്കൊക്കെയും അറിയാം, സകല ക്രിസ്ത്യാനിക്കും അറിയാം, സകല മാനവജാതിക്കും അറിയാം. ഒരു സാധാരണ ബന്ധക്കോസ്തുകാരൻ അറിയുന്ന അറിവ് അവർക്ക് നിശ്ചയമായിട്ടുണ്ട്. എഴുത്തുകാർക്കുണ്ട്, സാഹിത്യകാരന്മാർക്കുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്, പലർക്കുമുണ്ട്. ഈ അറിവല്ല അവന്റെ ആളത്വത്തെ അറിയുക, ഈ ആളത്വത്തിന്റെ നിഗൂഢതയെ അറിയുക. ഇതാണ് ആത്മീയ മനുഷ്യന്റെ ലക്ഷണം. ഇത് അറിഞ്ഞ കർത്താവിന്റെ ശിഷ്യന്മാര് അത്ഭുതപ്പെടുകയാണ്. അത്ഭുതത്തോട് പോയി ഇവനാർ, കാറ്റും കടലും ഒക്കെ ഇവനനുസരിക്കത്തക്കവണ്ണം, പ്രകൃതി അനുസരിക്കത്തക്കവണ്ണം അവന്റെ വ്യക്തിത്വത്തെ, അവന്റെ ആ ആളത്വത്തിൽ അടങ്ങിയിരിക്കുന്ന നിഗൂഢതയെ അവർ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ അത്ഭുത പരതന്ത്രരായി തീരുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 41 മുതൽ ഉള്ള ഭാഗങ്ങളിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ ദൈവവും മനുഷ്യരും ദൈവദൂതന്മാരും ഭൂതങ്ങൾ കൂടെ യേശുക്രിസ്തുവിന്റെ ആ സ്വഭാവ വൈശിഷ്ട്യത്തെ അംഗീകരിക്കുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതുമായ ഭാഗങ്ങൾ അനവധിയായി വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ യേശുക്രിസ്തുവിന്റെ ആ സ്വഭാവ വൈശിഷ്ട്യം, ഇതിനെ ഒരു ആത്മീയ മനുഷ്യൻ അതിന്റെ നിഗൂഢതയുടെ അർത്ഥത്തിൽ തന്നെ ഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് അവനെ അറിയുക എന്ന പദപ്രയോഗം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ഈ സ്വഭാവ വൈശിഷ്ട്യമാണ് അവനിൽ കപടമില്ലായ്മ അല്ലെങ്കിൽ വ്യാജമില്ലായ്മ എന്ന ആ പെരുമാറ്റ ഭാവത്തിലേക്ക് വരാനുള്ള കാരണം. കർത്താവിൽ കാപട്യമോ വ്യാജമോ ഒട്ടുമില്ല എന്ന് പറയുന്നതിൻ്റെ പൊരുൾ ഈ വൈശിഷ്ട്യത്തിൽ അടങ്ങിയിരിക്കുകയാണ്. ദൈവത്വത്തിന്റെ ഒരു മാനദണ്ഡം, ദൈവത്വത്തിന്റെ മാനദണ്ഡം, അതുപോലെ മാനവികതയുടെ അല്ലെങ്കിൽ മാനവത്വത്തിന്റെ രണ്ടിന്റെയും മാനദണ്ഡം തന്നെ ക്രിസ്തുവാണ്. ലോകമതഗ്രന്ഥങ്ങളിലൊക്കെയും തെരഞ്ഞാൽ ഈ ദൈവത്വത്തിന്റെയും മാനവികത്വത്തിന്റെയും മാനദണ്ഡമായി ഒരു വ്യക്തിയെയും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഒരു അത്ഭുത സംഭവങ്ങളെയും അത്ഭുത പ്രതിഭാസത്തെയും കാണുവാൻ കഴിയുന്നതില്ല. യേശു ക്രിസ്തുവിൽ മാത്രം കാണുവാൻ കഴിയുന്നതാണ് ദൈവത്വത്തിന്റെയും മാനവത്വത്തിന്റെയും മാനദണ്ഡം എന്ന സർവസമ്പൂർണത. ഈ മനുഷ്യപുത്രന്റെ ഈ മഹിമോജ്വലമായ ഈ സ്വഭാവത്തിന്റെ വളരെ ചെറിയ ഒരംശം, ഒരു ദിക്മാത്ര സൂചനകൾ മാത്രമേ വേദപുസ്തകത്തിൽ നമുക്ക് രേഖപ്പെടുത്തപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ. ശലോമോനെ കാണുമെന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഞാനൊരു കേൾവി മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് കാണുമ്പോഴോ ഞാൻ കേട്ടതിനേക്കാൾ നീ എത്രയോ വലിയവൻ, എത്രയോ മഹാനായിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം വളരെ ദിക്മാത്രമായ സൂചനകൾ മാത്രം ലഭിച്ചിരിക്കുകയുമ്പോൾ അറിയുക, ആ സ്വഭാവ വൈശിഷ്ട്യം അത് വ്യക്തി ജീവിതത്തിൽ അത് ആർജിക്കുവാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. ഇതെങ്ങനെ സാധ്യമാകും? ഇത് സാധ്യമാകുന്നതിന് കർത്താവിന്റെ സ്വഭാവ സവിശേഷ വൈശിഷ്ട്യത്തിന്റെ പരമപ്രധാനമായ ഭാഗമാണ് കർത്താവിന്റെ വിശുദ്ധി. ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് വിശുദ്ധിയാണ്. ഈ വിശുദ്ധി ആണ് കർത്താവ്
നമ്മോട് ആവശ്യപ്പെടുന്നതും ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ. ഇത് പ്രാഥമികമായി തന്നെ കർത്താവ് ആവശ്യപ്പെടുന്ന, ആജ്ഞാപിക്കുന്ന ആജ്ഞയാണ്. സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ ഏറ്റവും മകുടമായ രംഗമാണ് അത്. കർത്താവ് പരീക്ഷകളിലൂടെയും പരിശോധനകളിലൂടെയും ഒക്കെ അത് തെളിയിക്കപ്പെട്ടു. കർത്താവ് തന്റെ വിശുദ്ധി തെളിയിച്ചത് ഐഹിക ജീവിതകാലത്തുണ്ടായ സകല പരിശോധനകളിലൂടെയും സകല പരീക്ഷയിലൂടെയും കർത്താവ് കടന്നു പോകുമ്പോൾ അത് വെളിപ്പെടുത്തുകയായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഈ പരീക്ഷകളും ഈ പരിശോധനകളും വരുന്നതിൻ്റെ മൂല കാരണം. നമുക്കാർക്കും എത്തിപ്പിടിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വരുന്നു, എന്തുകൊണ്ട് നമുക്കിങ്ങനെ വരുന്നു. ഓരോ ചെറുതും വലുതുമായ ഓരോ നിസ്സാര കാര്യങ്ങളും, അത് രോഗമാകട്ടെ, കടമാകട്ടെ, നിന്ദയാകട്ടെ, പരിഹാസമാകട്ടെ, എന്തും ജീവിതത്തിൽ വരുന്ന എന്ത് പരീക്ഷയും എന്ത് പരിശോധനയുമാകട്ടെ, അതൊക്കെയും ഈ വിശുദ്ധി തെളിയിക്കുന്നതിനാവശ്യമായ രംഗമാണ്. പരിശോധനയുടെയും പരീക്ഷയുടെയും രംഗമാണ്. ഈ രംഗത്താണ് കർത്താവ് തന്റെ വിശുദ്ധി താന് തെളിയിച്ചത്. അത് തെളിയിച്ച് സമൂഹത്തിന് മുമ്പിൽ താൻ നിവർന്ന് നിൽക്കുന്നത് ഇത് തെളിയിക്കപ്പെട്ടുകൊണ്ടാണ്. പാപത്തിൻ്റെയും നീതിയുടെയും നേർക്ക് പ്രകടമാക്കിയ മനോഭാവം ക്രിസ്തുവിന്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തുന്നതായിരുന്നു. തൻ്റെ അടുക്കൽ വന്ന ഓരോ ചെറുതും വലുതുമായ നീതിയുടെ ഭാഗം, പാപത്തിന്റെ ഭാഗം, ഇതൊക്കെയും കർത്താവ് അതിൻ്റെ മുന്നിൽ പ്രകടമാക്കിയ തൻ്റെ ആ വെളിപ്പെടുത്തൽ, ആ ക്രിസ്തുവിന്റെ വിശുദ്ധിയെ അത് വെളിപ്പെടുത്തുന്ന രംഗങ്ങളായിരുന്നു. പരിശുദ്ധനായ ഒരുവൻ മാത്രമേ പാപത്തെ ശാസിക്കുവാൻ കഴിയുകയുള്ളൂ. അത് കർത്താവ് നിർവഹിച്ച് നമുക്ക് മാതൃക കാട്ടിത്തന്നിരിക്കുന്നു. നിങ്ങൾക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയി എന്ന് പിന്നത്തേതിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് പുതിയ നിയമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലും 23-ാം അധ്യായത്തിന്റെ 13-33 വാക്യങ്ങളിൽ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ, 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലൊക്കെ അത് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു എന്നാണ് ക്രിസ്തുവിന്റെ വെല്ലുവിളി. നിങ്ങൾ ആർക്ക് കഴിയും, നിങ്ങൾക്ക് ആർക്ക് കഴിയുമെന്ന ഒരു വെല്ലുവിളി കർത്താവ് വയ്ക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, യേശു ക്രിസ്തു പരിശുദ്ധനും നീതിമാനുമാണെന്നതിന് അനേക സാക്ഷ്യങ്ങൾ തിരുവഴുത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അനവധി ഭാഗങ്ങൾ. മത്തായി സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, 27-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 19-ാം വാക്യത്തില്, അതുപോലെ 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില്, മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 23-ാം അധ്യായത്തിന് 41-ാം വാക്യം, 47-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം, അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. പത്രോസിന്റെ പ്രസംഗത്തിന്റെ ഭാഗമാണ്. പത്രോസ് പ്രസംഗിക്കുമ്പോൾ കർത്താവ് പ്രസംഗിക്കുന്ന ഭാഗം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം താഴോട്ട് വായിക്കുമ്പോൾ വരുന്നതാണ്. 14-ാം വാക്യത്തിൽ വായിക്കുന്ന ഭാഗം, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് പത്രോസോടെ എടുത്ത് പറയുകയാണ്. അതുപോലെ തന്നെ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും ഇങ്ങനെ കാണുന്നുണ്ട്. ആ വേദഭാഗത്തിന്റെ ഭാഗം, യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവ്, പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനസമൂഹവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. അത് കർത്താവിന്റെ സാക്ഷ്യം അവിടെ ആവർത്തിച്ച്
വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്കവിടെ ആ ഒരു ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. അത് ആ ഭാഗം നമുക്ക് വളരെ വിശദമായിട്ട് നാം എപ്പോഴും അത് കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഭാഗമാണ്. അത് പൗലോസിന്റെ പ്രസംഗത്തിന്റെ ഭാഗമാണ്. അവിടെ പൗലോസിന്റെ ഡമസ്കോസിൽ വെച്ചുണ്ടാകുന്ന സംഭവവും അതിനുശേഷം അവിടെ അനന്യാസ് അന്ധനായി തീർന്ന പൗലോസിന്റെ അടുക്കൽ വന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തന്റെ കാഴ്ച ലഭിക്കുന്ന രംഗം നമുക്കറിയാം. അതിന്റെ ഭാഗങ്ങൾ അതിന്റെ 22-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 12 മുതൽ ഞാനൊന്ന് വായിക്കുകയാണ്. 22-ന്റെ 12 മുതൽ. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് ഒരുത്തൻ എൻ്റെ അടുക്കൽ വന്നു നിന്നു. സഹോദരനായ ശൗലെ, കാഴ്ച പ്രാപിപ്പ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചു അവനെ കണ്ടു. 14-ാം വാക്യം. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനനുസരിച്ച് മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. അങ്ങനെ പൗലോസിനോട് പറയുകയാണ്, നീ അവനെ കാണാനും അവനിൽ നിന്ന് കേൾക്കാനും അത് അറിയിപ്പാനും നിന്നെ നിയമിച്ചിരിക്കുന്നു. അങ്ങനെ ഈ സാക്ഷ്യം വിവിധങ്ങളായ ഭാഗങ്ങളിൽ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21, യോഹന്നാന്റെ സുവിശേഷം 1, യോഹന്നാന്റെ ലേഖനം 3-5 ആ കർത്താവിന്റെ ആ വിശുദ്ധിയുടെ ഭാഗം വളരെ വിശദമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് കർത്താവും പ്രാരംഭമായി ഏറ്റവും പ്രാധാന്യത്തോടെ പ്രാരംഭമായി തന്നെ സഭയോട് ആവശ്യപ്പെടുന്നത്, വ്യക്തിയോട് ആവശ്യപ്പെടുന്നത്, ഞാൻ നിങ്ങളും ആയി തീരുവാനുള്ള അവിടെ മുതലാണ് ഈ ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ ആയിത്തീർന്ന് ആ വ്യക്തിയുടെ വളർച്ച ആരംഭിക്കുന്നത്. അപ്രകാരം ആരംഭിക്കുന്നില്ല എങ്കിൽ ആ വളർച്ചയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ ക്ഷണിക്കപ്പെട്ട് അതിനാവശ്യമുള്ള സകലതും നൽകി നടത്തുവാൻ സർവശക്തനായ ദൈവത്തിന് പ്രസാദമായി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ആ വിളിയുടെ പരമപ്രധാനമായ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ വീണ്ടും ജനിച്ച അവന്റെ ജീവിതത്തിന്റെ പ്രാരംഭ പടി ആണ് ഈ ക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ ഭാഗം. അത് കർത്താവിന്റെ സ്വഭാവ സവിശേഷതയുടെ ഭാഗത്ത് അഭിനന്ദൻ അപ്പുറമായി അവിടെ പറയുന്ന ആരംഭം. ആ ആരംഭിക്കുന്ന വ്യക്തിയിൽ സവിശേഷമായി വളർന്നു വരുന്ന 2 കാര്യങ്ങളാണ് ക്രിസ്തുവിന്റെ മനസ്സലിവും ക്രിസ്തുവിന്റെ സ്നേഹവും. യേശു ക്രിസ്തുവിന്റെ മനസ്സലിവും സ്നേഹവും അത് അന്യാദൃശ്യമായ കാര്യമാണ്. സകല പരിജ്ഞാനത്തെയും കവിയുന്നതാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്നാണ് എഫേസ്യ ലേഖനത്തിൽ നാം കാണുന്നത്. എഫേസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന് 3-ന്റെ 17, 18, 19 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ പ്രാർത്ഥനയാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം, അത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. കാരണം ക്രിസ്തു സ്നേഹ സ്വരൂപനാണ്. കൊലോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 3-ാം അധ്യായത്തിന്റെ വരുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് 1-ന്റെ 13 വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മെ, അതിന്റെ 12 മുതൽ വായിക്കുകയാണ്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവ്. ക്രിസ്തു സ്നേഹസ്വരൂപനാണ്. സ്നേഹത്തിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ രൂപമാണ് ക്രിസ്തുവിന്റെ രൂപം. അത് സ്നേഹസ്വരൂപമാണ്.
ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ രൂപമാണ് ക്രിസ്തു. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനെ? സാക്ഷാൽ സ്നേഹമാകുന്ന ദൈവത്തിന്റെ സ്വരൂപമാണ് ക്രിസ്തുവിന്റെ രൂപം. ഈ സ്നേഹസ്വരൂപൻ ആണ് നമ്മോട് ഈ സ്നേഹം നാം പകർന്നു കൊടുക്കുവാൻ ആവശ്യപ്പെടുന്നത്. അവിടെയാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത്. കഷ്ടവും പ്രയാസവും അനുഭവിക്കുന്ന ജനത്തിൽ കർത്താവിന് മനസ്സലിഞ്ഞ്, പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞവൻ രോഗികളെ സൗഖ്യമാക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. വിശന്ന പുരുഷാരത്തെ അത്ഭുതകരമായി പോഷിപ്പിക്കുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 14 മുതൽ കാണുന്നു, 15-32 മുതൽ. അതുപോലെ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള കാര്യങ്ങൾ ഒക്കെ അത്ഭുതകരമായ പരിപോഷണം സാധുക്കൾക്ക് നൽകുന്ന രംഗങ്ങൾ, കുരുടന്മാരുടെ നിലവിളി കേൾക്കുന്ന രംഗം, ഏതൊരു മനുഷ്യന്റെയും കരടലിയിക്കുന്ന രംഗങ്ങളൊക്കെ കാണാൻ കഴിയും. കുരുടന്മാരുടെ നിലവിളി കേട്ട് മനസ്സലിഞ്ഞ് അവൻ അവർക്ക് കാഴ്ച നൽകുന്ന രംഗം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 34 വാക്യങ്ങളിലൊക്കെ നമുക്ക് അതിന്റെ പരിസമാപ്തി കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ വളരെ ഏതൊരു മനുഷ്യന്റെയും കരളലിയിപ്പിക്കുന്ന മറ്റൊരു രംഗം നമുക്ക് മത്തായിയുടെ സുവിശേഷം അതിന്റെ 20-ാം അധ്യായത്തിന്റെ 30 മുതൽ കാണുവാൻ കഴിയുന്ന ഒരു രംഗമുണ്ട്. നയനിലെ ഒരു വിധവയുടെ ഒരു മകനെ കർത്താവ് മനസ്സലിഞ്ഞ് അവർക്ക് ജീവൻ നൽകുന്ന ഒരു രംഗം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ആ കർത്താവ് ആ മനസ്സലിഞ്ഞ് തൻ്റെ ഏകജാതനായ ആ പുത്രന്റെ മരണത്തിൽ വിലപിക്കുന്ന, അല്ലെങ്കിൽ ആ പുത്രദുഃഖത്തിൽ താന് അമർന്ന് ആ ദുഃഖത്തിന്റെ പാരമ്യത വർണ്ണിക്കാൻ കഴിയുന്നതിനപ്പുറമായി കാണുമ്പോൾ ആ വിധവയോട് മനസ്സലിയുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11 മുതൽ ഞാനത് വായിക്കുകയാണ്. പിറ്റന്നാൾ അവർ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവന്നു. അവന്റെ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരായ എഴുന്നേൽക്ക് എന്ന് അവൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഈ വിധവയുടെ ആ സങ്കടത്തിന്റെ പാരമ്യതയിൽ മനസ്സറിയുന്ന കർത്താവിന്റെ ആ സ്വഭാവ വൈശിഷ്ട്യം, ആ വിധവയോട് മനസ്സറിഞ്ഞ് തന്റെ മകനെ ഉയർപ്പിച്ച് നൽകുന്ന കർത്താവിന്റെ ആ സ്നേഹം, കർത്താവിന്റെ മനസ്സലിവ്, യേശുവിന്റെ അനുകമ്പ, യേശുവിന്റെ കരുണ, ഇത് വ്യക്തമാക്കുന്ന അനേക സംഭവങ്ങൾ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സുവിശേഷത്തിൽ അത് വളരെ വ്യക്തമായി ആലേഖനം ചെയ്തിട്ടുണ്ട്. ലേഖനങ്ങളിൽ ക്രിസ്തുവിന്റെ അനുകമ്പയെ സ്നേഹമെന്ന പദം കൊണ്ടാണ് വിവക്ഷിക്കുന്നത്. ലേഖനം മുഴുവൻ വായിക്കുമ്പോൾ അതിൽ ക്രിസ്തുവിന്റെ അനുകമ്പയെ, ക്രിസ്തുവിന്റെ ആ മനസ്സലിവിനെ സ്നേഹമെന്ന പദത്തിലാണ് വിവക്ഷിക്കുന്നത്. സമൂഹത്തിൽ സ്നേഹിക്കപ്പെടാത്തവരെ യേശു സ്നേഹിക്കുകയും അല്ല, അവരെ അന്ത്യത്തോളം സ്നേഹിക്കുകയും ചെയ്തു. ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ഈ സ്നേഹമാണ് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ സ്നേഹമാണ് ക്രിസ്തുവിൽ ജനിച്ച ഒരു വ്യക്തിയിൽ വളർന്ന് ക്രിസ്തുവിന്റെ തലയോളം ആ വ്യക്തി വളരുവാൻ, അവന്റെ വിശുദ്ധിയെ ആർജിച്ച് ഒന്നാമത്തെ പടി അതിൽ തുടങ്ങി വളർച്ച, അങ്ങനെ ആ സ്വഭാവ വൈശിഷ്ട്യം വളരെ ഉന്നതമായി, മനുഷ്യന് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യം, അതങ്ങനെ പടിപടിയായി ഉയർന്ന് അവന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ അപ്പുറത്തേക്ക് വരികയാണ്. സ്നേഹിക്ക
സ്നേഹിക്കപ്പെടാൻ ആരുമില്ലാത്തവരെ സ്നേഹിക്കുക. വെറും സ്നേഹമല്ല, അന്ത്യത്തോളം സ്നേഹിക്കുക. അന്ത്യത്തോളമല്ല, സ്വന്തം ജീവൻ മറുവിലയായി നൽകി സ്നേഹിക്കുക. തന്റെ സ്വന്തം ജീവൻ മറുവിലയായി നൽകിയാണ് ക്രിസ്തു നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ സ്നേഹിച്ചതെന്ന് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 28-ൽ വാക്യമായി വായിച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ യേശുവിന്റെ തന്നോടുള്ള സ്നേഹത്തെ വർണ്ണിക്കുന്നത്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ 20-ൽ അങ്ങനെയാണ് പറയുന്നത്. ക്രൂശിൽ വെച്ച് പോലും തന്റെ ശത്രുക്കളെ സ്നേഹിച്ച യേശു അവർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നതായി ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. തന്റെ പ്രാണനെ കൊടുക്കുവാൻ തക്കവണ്ണം ഉള്ള സ്നേഹം അസാധ്യമായ ഒന്നാണ്. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് മാത്രമല്ല, അവസാനത്തോളം സ്നേഹിക്കുക. എത്ര വട്ടം ക്ഷമിക്കണമെന്ന് നമ്മോട് ചോദിച്ചു. 7-70 മതിയോ? എന്റെ 40 വർഷത്തെ പെന്തക്കോസ്ത് ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു പെന്തക്കോസ്തുകാരൻ്റെ എന്ന് പറയുന്ന സമൂഹത്തിൽ അനുസരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവസാനത്തോളം സ്നേഹിപ്പാൻ, പ്രാണത്യാഗത്തോളം സ്നേഹിപ്പാൻ, സകല കഷ്ടനഷ്ടങ്ങളും കൊണ്ട് സ്നേഹിപ്പാൻ. എൻ്റെ പുതപ്പ് ആവശ്യപ്പെട്ടാൽ, വസ്ത്രം ആവശ്യപ്പെട്ടാൽ, ഒരു നാഴിക ആവശ്യപ്പെട്ടാൽ, അങ്ങനെ 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 ആ സ്നേഹത്തിന്റെ ഭാഗം, ആ മനസ്സലിവിന്റെ ഭാഗം, സഹിഷ്ണുതയുടെ ഭാഗം അങ്ങനെ നീണ്ട് നീണ്ട് കിടക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ആ വളർച്ചയുടെ ഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അടുത്തതായി നമ്മിൽ ഉരുത്തിരിയുന്നതും കർത്താവ് നമുക്ക് വൈശിഷ്ട്യമായി കാട്ടിത്തന്നതുമായ കാര്യമാണ് സൗമ്യതയും താഴ്മയും. ക്രിസ്തുവിന്റെ സൗമ്യതയും താഴ്മയും അത് പ്രസിദ്ധമാണ്, നമുക്കൊക്കെ അറിയാം. കോപമോ കാഠിന്യമോ കാണിക്കാതെ മറ്റുള്ളവരോട് ശാന്തമായി മൃദുവായി ഇടപെടുവാൻ സഹായിക്കുന്ന ആന്തരികമായ ഒരു ഭാവമാണ് ഈ സൗമ്യത എന്ന് പറയുന്നത്. മറ്റുള്ള മനുഷ്യനോട് ശാന്തമായി മൃദുവായി ഇടപെടാൻ സഹായിക്കുന്ന ഒരു ആന്തരിക ഭാവം, ഇതിനെയാണ് സൗമ്യത എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ സൗമ്യത ആ അർത്ഥത്തിൽ വളരെ പ്രസിദ്ധമാണ്. ജീവിതത്തിൽ നേടുന്ന കഷ്ടങ്ങൾ, മനുഷ്യർ ചെയ്യുന്ന അപകാരങ്ങൾ, ഇതൊക്കെ ക്ഷമയോടെ സഹിക്കുന്നതിനും പരസ്പരം ക്ഷമിക്കുന്നതിനും ഈ സൗമ്യത ആവശ്യമാണ്. ഇതാണ് ക്രിസ്തുവിൽ വളർച്ച ആഗ്രഹിക്കുന്ന, ക്രിസ്തുവിൽ വളർന്നു വരുന്നു എന്ന് സ്വയം കരുതുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട ഭാവം. അത് ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമായി കർത്താവ് കാണിച്ചു തരികയും ചെയ്യുന്നു. കഷ്ടങ്ങൾ ജീവിതത്തിലുണ്ട്. സകല കഷ്ടങ്ങളിൽ കൂടെ പരീക്ഷയിൽ കർത്താവ് ഇത് തെളിയിച്ചു. നാമോടും നമ്മുടെ കഷ്ടങ്ങളും നമ്മുടെ പരീക്ഷകൾ, നമുക്ക് സഹോദരങ്ങളിൽ നിന്ന് വരുന്ന അപകാരങ്ങൾ, അപഹരിക്കലുകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, വഞ്ചനകൾ, ചതികൾ, അങ്ങനെ അങ്ങനെ ജീവിതത്തിൽ വരുന്ന സകല അപകാരങ്ങളും അത് ക്ഷമയോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം, എണ്ണമില്ലാത്ത വണ്ണം ആ ക്ഷമയോടെ സഹിക്കുന്നതിനും പരസ്പരം ക്ഷമിക്കുന്നതിനും ഈ സൗമ്യത ആവശ്യമാണ്. അതൊക്കെ നഷ്ടപ്പെട്ട് അന്ത്യകാലത്തിന്റെ ലക്ഷണമായ സകല അപച്യുതിയുടെയും നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ ക്രിസ്തുവിന്റെ സൗമ്യത നമ്മിൽ ഉളവായി വരുവാൻ അദമ്യമായി നാം നമ്മെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് അനുഗമിപ്പാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. തന്നെത്താൻ ത്യജിക്കലിലൂടെ മാത്രമേ ഈ ക്രൂശ് ചുമക്കുവാൻ, ഈ സ്വഭാവ വൈശിഷ്ട്യം ആർജിക്കുവാൻ കഴിയുകയുള്ളൂ. കർത്താവ് ഒരു ഉപമയിൽ ഇങ്ങനെ പറഞ്ഞു: ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പമുള്ള കാര്യമുള്ള പ്രയാസമാണ്.
ആ ഭാഗം വായിക്കുമ്പോൾ തോന്നും ധനവാന്മാരൊന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പം എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ ഭാഗം കേട്ടാൽ തോന്നും ധനവാന്മാരൊന്നും കടക്കുകയില്ല. എന്നാൽ വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേക ധനവാന്മാർ, വൻ ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ കടന്നതായി കാണുന്നു. ഫിലേമോനെ പോലെയൊക്കെയുള്ള വലിയ ഒട്ടകങ്ങൾ. ഇന്നത്തെ നമ്മുടെ മുമ്പിൽ ആള് കളിക്കുന്ന ഒട്ടകങ്ങളൊന്നുമല്ല. ഒരു ഒന്നൊന്നര ഒട്ടകമായ ഫിലേമോനെ പോലെയൊക്കെയുള്ള വമ്പൻ ധനവാന്മാർ ഈ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ഈ സൂചിക്കുഴയിലൂടെ അപ്പുറത്ത് കടന്നതായി വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുവരെ പല ഒട്ടകങ്ങൾ, അനേക ഒട്ടകങ്ങൾ ഈ സൂചിക്കുഴയിലൂടെ കടന്ന് ഈ സൂചിക്കുഴയുടെ ദ്വാരം വലുതായതുകൊണ്ടാണോ ഫിലേമോനെ പോലെയുള്ള വലിയ ഒട്ടകം അപ്പുറത്ത് കടന്നത്? അല്ല, തന്നെത്താൻ താഴ്ത്തി ആ സൂചിക്കുഴയിലൂടെ അപ്പുറത്തേക്ക് കടക്കത്തക്കവണ്ണം ഒന്ന് ചെറുതായി, സൗമ്യനായി, താഴ്മയായി അപ്പുറത്തേക്ക് കടന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവമക്കളെ, നമ്മോട് ആവശ്യപ്പെടുന്നതും തന്നെത്താൻ ത്യജിച്ച് ഈ താഴ്മയും സൗമ്യതയും അത് വശമാക്കി അത് പരിചയിച്ചാൽ നൂനം എന്നാണ് മഹാകവി കെ.വി. സൈമൺ സാറിന് പാട്ടിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഈ സൗമ്യത അത്യന്താപേക്ഷിതമായ കാര്യമാണ്. തന്റെ സൗമ്യതയെക്കുറിച്ച് ക്രിസ്തു തന്നെ വ്യക്തമാക്കി. ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവൻ, ആകയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ അങ്ങനെയാണ് കാണുന്നത്. കൊരിന്തിലെ വിശ്വാസികളെ പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ചാണ്. ക്രിസ്തുവിന്റെ ശാന്തതയും താഴ്മയും ഓർപ്പിച്ച് അവർക്ക് പ്രബോധനം കൊടുക്കുകയാണ്. ദുർബലമായതിനോട്, തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതിനോട് കർത്താവ് സൗമ്യതയോടെ ഇടപെടുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പാപിനിയായ ഒരു സ്ത്രീ ഒരു ധനവാനായ മനുഷ്യന്റെ ഭവനത്തിൽ തന്നെ ക്ഷണിച്ച് വിരുന്ന് നൽകുമ്പോൾ പാപിനിയായ ഒരു സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്ന് തൻ്റെ കണ്ണുനീർ കൊണ്ട് തൻ്റെ പാദം നനച്ച്, തൻ്റെ തലമുടി കൊണ്ട് തുടച്ച്, വിലയേറിയ പരിമള തൈലം തൻ്റെ കാലിൽ പൂശി കർത്താവിനെ ആദരിക്കുന്ന, അല്ലെങ്കിൽ ആരാധിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം, രംഗം അവിടെ കാണുവാൻ കഴിയും. അത് കണ്ടുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്ന, പ്രത്യേകിച്ചും ആ ക്ഷണിതാവിനെ വിളിച്ച് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഉപമയായി ചോദിക്കുന്നു. അധികം ഇളച്ചു കിട്ടിയവൻ, കുറച്ചിളച്ചു കിട്ടിയവൻ ആര് സ്നേഹിക്കും? നല്ല ഉത്തരം അവൻ പറഞ്ഞു. അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. പറഞ്ഞു, നിന്റെ വീട്ടിൽ ഞാൻ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല, നീ എനിക്ക് ചുംബനം തന്നില്ല, നീ എൻ്റെ പാദം നനച്ചില്ല. അങ്ങനെ ഇവളോ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അവിടെ പാപങ്ങൾ മുതിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുകയും അതിൻ്റെ കമന്റുകളൊന്നും ശ്രദ്ധിക്കാതെ വണ്ണം അവളോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, മായി പോക. ബലഹീനമായതിനെ, ഒരു പക്ഷേ വിശ്വാസത്തിൽ തകർന്നു പോകാൻ സാധ്യതയുള്ളതിനെ എത്ര സൗമ്യതയോടെ ആ വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ ഈ പാവനിയായ സ്ത്രീയുടെ ആ വിശ്വാസത്തെ മാനിച്ച്, അവരുടെ വ്യക്തിത്വത്തെ മാനിച്ചു, ഒരു പക്ഷെ തകർന്നു പോകാൻ, അവരുടെ വിശ്വാസം പൂർണ്ണമായി ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വത്തെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി സൗമ്യതയോടെ ഇടപെടുന്ന ഇടപെടൽ ഓരോ പെന്തക്കോസ്തുകാരനും, ഓരോ ക്രിസ്ത്യാനിക്കും അത് മാതൃകയും അവരുടെ ജീവിതത്തിൽ അത് കാണിക്കേണ്ടതുമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ താഴ്മയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അത് മഹത്വത്തിന്റെ ലക്ഷണമാണ്. താഴ്മ വ്യക്തിയുടെ മഹത്വം വെളിപ്പെടുത്തുന്നത് താഴ്മ പ്രദർശിപ്പിക്കുന്നതിലൂടെയാണ്. ക്രിസ്തു ദാസവേഷമെടുത്തു എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തു ദാസരൂപം എടുത്തത് തന്നെ താഴ്മയുടെ അടയാളമായി ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5, 6, 7, 8 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ
ദൈവപുത്രന്റെ താഴ്മ, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് കരുതാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഇതാണ് താഴ്മയുടെ മകുടമായ രേഖ. ഈ താഴ്മയാണ് നമ്മിൽ കർത്താവ് ആശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. കർത്താവിൽ വളർന്നു വരുന്ന ഒരു 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 ആത്മീയന്റെ ഭാവം ഈ താഴ്മയിൽ പൂർണ്ണമായും അടങ്ങിയിരിക്കുകയാണ്. ഒരു ഭൃത്യന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് യേശു ശിഷ്യന്മാരുടെ പാദം കഴുകുന്നത്. അവൻ ആരാണ്? കേവല മനുഷ്യനല്ല, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി ധരിച്ചു, ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവനെ തൊട്ടു, അവൻ ഞങ്ങളെ തൊട്ടു. ഈ ദൈവമായ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ ദൈവപുത്രനാണ് ഒരു ഭൃത്യന്റെ സ്ഥാനത്ത് നിന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതെന്ന് മറന്നു പോകരുത്. ചുങ്കക്കാരുടെയും പാപികളുടെ ഇടയിൽ വസിക്കുക മാത്രമല്ല, അവരോടുകൂടെ വസിച്ച്, അവരോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്ത് അവരെ നേടേണ്ടതിന് ഈ താഴ്മയും ഈ സൗമ്യതയും ക്രിസ്തുവിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ ഓരോ ക്രിസ്ത്യാനിയുടെയും ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ്. ഇതൊക്കെയാണ് വളർച്ച, ഇതൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ബൈബിൾ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ഇതൊക്കെയാണ്. പക്ഷെ ഈ ലോകത്തിന്റെ ആർഭാടങ്ങളിലേക്കും താടിമോടികളിലേക്കും ഒക്കെ കണ്ണ് പതിച്ചു പോയപ്പോഴേക്കും ഈ പ്രാധാന്യമുള്ള രംഗങ്ങളൊക്കെയും നാം മറന്നുപോയി. അടുത്തതായി ക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷതയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ക്രിസ്തുവിന്റെ പ്രയത്നശീലം, അധ്വാനശീലം. കർത്താവിന്റെ അധ്വാനം, കർത്താവിന്റെ പ്രയത്നം. ഏതൊരു വിശ്വാസിക്കും ഏതൊരു മനുഷ്യനും മാതൃകയാക്കാൻ കഴിയുന്ന കർത്താവിന്റെ പ്രയത്നത്തിന്റെ ഭാഗം, അത് അനിതര സാധാരണമായ ഒരു ശീലം, അനിതരണ സാധാരണമായ ഒരു 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 പ്രയത്നശീലത്തിന്റെ ഉടമയായിരുന്നു കർത്താവ്. ശുശ്രൂഷ ചെയ്യാനാണ് മനുഷ്യപുത്രൻ വന്നതെന്നാണ് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 45 നാം കാണുന്നത്. ദാസരൂപമെടുത്ത് ഭൂമിയിൽ വന്നത് ആവശ്യക്കാരെ സഹായിക്കാനായിട്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 31, 32, 33, 44 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് 31 മുതൽ ഞാൻ വായിക്കുകയാണ്. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞു, എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്ക് ഉണ്ട് എന്ന് അവരോട് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്തു അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരമാകുന്നു. ആവശ്യക്കാരന്റെ ആവശ്യത്തെ സഹായിക്കുന്ന, അതിനായി ഊണോ ഉറക്കമോ വിശ്രമമോ ഒക്കെയും ഉപേക്ഷിച്ച ഒരു പ്രയത്നശീലം. അങ്ങനെ ഒരു പ്രയത്നശീലത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന് 31 മുതലും മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് 31 മുതലുമുള്ള ഭാഗങ്ങളിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നേരം പുലർന്നതിന് മുൻപേ തന്റെ വേല ആരംഭിക്കുന്നതായി മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ കാണുന്നു. രാത്രിയും ആ വേല തുടർന്നുകൊണ്ടേയിരുന്നതായി മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 6-ന്റെ 12, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം തുടങ്ങിയ ഭാഗങ്ങളിൽ ആ വേലയുടെ ഒരു ക്രമമായ ഒരു പോക്ക് അത് രാത്രിയിലും തുടർന്നുകൊണ്ടേ പോവുകയാണ്. അതികാലത്താരംഭിക്കുന്ന വേലയായിരുന്നു. എന്തായിരുന്നു? ഉപദേശം, പ്രസംഗം, ഭൂതങ്ങളെ പുറത്താക്കൽ, രോഗസൗഖ്യം നൽകല്, മരിച്ചവരെ ഉയർപ്പിക്കല്, ശിഷ്യന്മാരെ പരിശീലിപ്പിക്കൽ. അങ്ങനെ തൻ്റെ ആ പ്രയത്നം, തൻ്റെ ആ അധ്വാനം, തൻ്റെ ആ ദൈവരാജ്യത്തിൻ്റെ തൻ്റെ ശുശ്രൂഷയിൽ യാതൊരു തരത്തിലുള്ള ഒരു വിശ്രമത്തിൻ്റെയോ ഒരു അല്പം ആശ്വാസത്തിൻ്റെയോ ഒരു കണിക പോലും കാണുവാൻ കഴിയാത്തവണ്ണം അഭംഗുരം അങ്ങനെ അത് നടക്കുകയാണ്. മുന്നോട്ട് പോകുന്ന ഭാഗമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
ഈ ശുശ്രൂഷയുടെ ഭാഗങ്ങൾ വ്യത്യസ്തങ്ങളായ ഞാൻ ഓർപ്പിച്ചതുപോലെ ഉപദേശം കൊടുക്കാനുള്ള തൻ്റെ അധികാരത്തെ, ആ അധികാരത്തോടു കൂടെയുള്ള പഠിപ്പിക്കലുകൾ, ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ, രോഗസൗഖ്യം നൽകുന്ന, നമുക്കറിയാം കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭം മുതലുള്ള തൻ്റെ ആ രോഗസൗഖ്യത്തിൻ്റെ ശുശ്രൂഷ, അതിനോടൊപ്പം ശിഷ്യന്മാരുടെ പരിശീലനങ്ങൾ, അവരെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ബോധ്യപ്പെടുത്തി അവരെ തൻ്റെ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയെടുക്കുന്ന ആ ശുശ്രൂഷ, അത് വളരെ ഭാരിച്ച ഒരു ഒരു ഉദ്യമമാണ്. ക്രിസ്തു നിരന്തരം അതിൽ വ്യാപൃതനായിരുന്നു. തൻ്റെ ആ മഹാപൗരോഹിത്യ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കൃത്യതയോടെ ക്രിസ്തു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. കർത്താവിന്റെ കല്ലറയുടെ മുമ്പിൽ വെച്ച ഉരുട്ടി വെച്ച കല്ലിന്റെ പുറത്ത് വിശ്വാസം കാത്തു ഓട്ടം തികച്ചു, നീതിയുടെ കിരീടം എനിക്ക് വച്ചിരിക്കുന്നു എന്നല്ല കർത്താവിന്റെ സ്വഭാവ, കർത്താവിന്റെ ശുശ്രൂഷ, കർത്താവിന്റെ അധ്വാന ഭാഗത്തെക്കുറിച്ച്, പ്രവൃത്തിയുടെ ഭാഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഇതാണ് കർത്താവിന്റെ ആ പ്രയത്നശീലത്തിന്റെ ഔന്നത്യം. നിന്നെ ഏൽപ്പിച്ച വേല ചെയ്യുന്നത് തന്നെ എൻ്റെ ആഹാരമാകുന്നു. അതിൽ ക്ഷീണമോ മയക്കമോ അവിടെ വിശ്രമമോ യാതൊന്നും ഏശാതവണ്ണം ശിഷ്യന്മാരെയും അങ്ങനെ തന്നെ കർത്താവ് അഭ്യസിപ്പിച്ച് എടുത്തു എന്നുള്ളതാണ് ആ പരിശീലനത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഭാഗം. 5000 പേരെ പോഷിപ്പിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശിഷ്യന്മാര് അവരെ അയക്കുമ്പോൾ അവർ ശുശ്രൂഷ ചെയ്ത് അവരെ ഇരണ്ടായി അയക്കുന്നു. അവർ പോയി ശുശ്രൂഷ ചെയ്ത് മടങ്ങി വരുന്നു. വീണ്ടും അവരെ അയക്കുന്നു. അവർ ശുശ്രൂഷ ചെയ്ത് മടങ്ങി വരുന്നു. അവർ വന്ന് പറയുന്ന ഗുരുവിനോട് പറയുന്നൊരു ഭാഗമുണ്ട്: ഗുരു, ഞങ്ങൾക്ക് ആഹാരം കഴിക്കുന്നതിന് പോലും വിശ്രമിക്കുന്നതിന് പോലും കഴിയാതെ വണ്ണം ജനം കൂടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ പോയി ഒരു ഏകാന്ത സ്ഥലം കണ്ടെത്തി അവിടെ പോയി അല്പം വിശ്രമിച്ചുകൊള്ളുവാൻ അവരോട് പറഞ്ഞയക്കുന്ന ഒരു രംഗമുണ്ട്. അവരെ വിശ്രമിപ്പാൻ പറഞ്ഞയക്കുമ്പോൾ പിന്നെ കാണുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ജനമിത് അറിഞ്ഞുകൊണ്ട് അവർ വിശ്രമിക്കാൻ പോകുന്ന സ്ഥലത്ത് ജനം തടിച്ചുകൂടി കഴിഞ്ഞു ഇവരംഗത്തതിന് മുമ്പ്. ആ ജനത്തോടുള്ള പ്രസംഗവും ആ ജനത്തോടുള്ള ഉപദേശവും അവിടെ നടന്ന ശുശ്രൂഷയ്ക്കും ശേഷം യേശുവും ശിഷ്യന്മാരും ഒരു പക്ഷെ നമുക്ക് തളർന്നു കാണും, വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ട്, ക്ഷീണം കൊണ്ട്. പക്ഷെ അവിടെ വെച്ച് ആണ് അത്ഭുതകരമായി അവർക്ക് ഭക്ഷണം നൽകുന്ന രംഗമൊക്കെ കാണുന്നത്. ആ പ്രയത്നശീലത്തിന്റെ ഭാഗം ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്ത് തികച്ചിരിക്കുന്നു എന്ന ചാരിതാർത്ഥ്യം ഓരോ വിശ്വാസിയും ഭയത്തോടെ ഓർത്ത് നടപ്പാക്കേണ്ടതെന്ന് ഇന്ന് രാത്രി ഞാൻ ഈ ക്ലാസ്സിൽ ഓർപ്പിക്കുകയാണ്. അടുത്തതായി കാണുന്നത് ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ രംഗമാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം ആ രംഗം കർത്താവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് മുട്ടിന്മേൽ നിൽക്കുന്ന രംഗമാണ്, മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു മഹനീയ രംഗമാണ് വിശുദ്ധ ബൈബിൾ മുഴുവനും നമുക്ക് കാണുവാൻ കഴിയുന്നത്. തൻ്റെ പ്രവർത്തികൾക്ക് ചെയ്യുന്നതിന് മുൻപും തൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും സമയത്തും അസമയത്തും ഒക്കെ കർത്താവ് തൻ്റെ പിതാവുമായി പ്രാർത്ഥനയുടെ നിരന്തരമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഊണിനേക്കാൾ, ഉറക്കത്തേക്കാൾ എന്നിവയേക്കാൾ വളരെ പ്രാധാന്യത്തോടുകൂടി കർത്താവ് ആ രംഗം, ആ പ്രാർത്ഥനയുടെ രംഗം കർത്താവ് ഉപയോഗിക്കുന്നതായി, അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധം, പിതാവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതായി നമുക്ക് എപ്പോഴും ആ ആരംഭം മുതൽ ഒടുവിൽ വരെയുമുള്ള സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചിലപ്പോൾ രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം അതിന്റെ 14:23, ലൂക്കോസ് സുവിശേഷം 6:12 രാത്രിയിലും കർത്താവ് മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതവും പ്രാർത്ഥനയുടെ പ്രകൃതിയും പ്രഭാവവും ഒക്കെ എബ്രായ ലേഖനൻ ഏകവാക്യത്തിൽ
രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റ വാക്യത്തിൽ എബ്രായ ലേഖകൻ ആ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ മകുടമായ രംഗം ഒറ്റ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം അവർ ഉത്തരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഉറച്ച നിലവിളിയോടുകൂടി കണ്ണുനീരോടുകൂടി അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഓരോ വിശ്വാസിയുടെയും പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെയും ആ ഭാഗത്തിന്റെ എല്ലാം ഉത്തരം ഈ ഒറ്റവാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. ആരാണ് കർത്താവ്? താൻ ദൈവമായിരിക്കെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു രംഗമുണ്ട്. ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരുവാൻ ആവശ്യപ്പെടുമ്പോൾ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു, പിന്നെ പിതാവിനെ കാണിച്ചു തരണമെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. വൈകാരികവും ബൗദ്ധികവുമായി പാപമൊഴികെ സകലത്തിലും മനുഷ്യജീവിതത്തിന് സമാനമായ യേശു ക്രിസ്തുവിന്റെ ജീവിതം ബൗദ്ധികമായും വൈകാരികമായും സകല രംഗത്തിലും പാപമൊഴികെ സകലത്തിലും മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലെയും എല്ലാ സമാനതകളിലൂടെയും കടന്നുപോയ ക്രിസ്തുവിന്റെ ജീവിതം. ഇതാണ് നമ്മോട് കർത്താവ് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ബൈബിൾ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്, ഒരു പുതിയ നിയമ വിശ്വാസിയോട് ആവശ്യപ്പെടുന്നത്, ഈ സ്വഭാവ സവിശേഷ വൈശിഷ്ട്യത്തിൽ വളർന്ന് ക്രിസ്തുവിന്റെ തലയോളം വളർന്ന് ഈ രാജ്യം കരസ്ഥമാക്കുവാൻ കഴിയുമെങ്കിൽ മൃതന്മാരെയും തെറ്റിക്കത്തക്കവണ്ണം വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് കടന്നു വന്ന് നമ്മെ വഞ്ചിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നിശ്ചയമായും ഈ സ്വഭാവ സവിശേഷ വൈശിഷ്ട്യത്തിനൊത്തവണ്ണം കർത്താവിൽ വളരുവാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സകല ദൈവമക്കൾക്കും സർവശക്തനായ ദൈവം ധാരാളം കൃപമേൽ കൃപ പകരട്ടെ, കൃപമേൽ കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ചയിൽ വളരെ ഗഹനമായ വേദപുസ്തകത്തിലെ ഒരു പക്ഷേ ഏറ്റവും ഗഹനമായ ചില ഭാഗത്തിലേക്ക് ഒരു ക്ലാസ്സിലേക്ക് നാം കടക്കുകയാണ്. വേദപുസ്തകത്തിലെ കാലസംഖ്യകൾ അല്ലെങ്കിൽ കാലസംഖ്യ എന്ന ഭാഗം ബൈബിൾ കോളേജിൽ പഠിക്കുന്നവർ, ബൈബിൾ ഗഹനമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏവരും വളരെ താല്പര്യത്തോടെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ പങ്കെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അടുത്ത ആഴ്ചയിൽ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ക്ലാസ്സായി കടന്നു വരാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇതിന്റെ പിന്നിലായിരിക്കുന്ന പ്രിയ ദേവദാസന്മാരെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഏവർക്കും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഇത്രത്തോളം സമയം ദൈവം പഠിക്കുവാൻ, ചിന്തിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് കേൾക്കുവാൻ, പഠിക്കുവാനിടയായി തീർന്നല്ലോ. കർത്താവിന്റെ രൂപവും സ്വഭാവവും അതെല്ലാം കർത്താവിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ക്രൂശിലെ മരണത്തോളം താഴ്ത്തിയതും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതും പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ചതുമെല്ലാം ആ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യമാണെന്ന് ഇന്ന് രാത്രിയിൽ യുവദാസനിൽ കൂടി കേൾക്കുവാനിടയായി തീർന്നല്ലോ. ആമേൻ. ആ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരായി ജീവിപ്പാൻ സ്വർഗം നമ്മെയും സഹായിക്കട്ടെ. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.
ദേവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവരെ ഓർക്കാം. എല്ലാവരെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ നടത്തപ്പെടുന്ന ഈ ബൈബിൾ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ക്ലാസ്സുകൾ നയിച്ച കർത്താവിന്റെ ദാസൻ സുരേഷ് പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവസന്നിധിയിൽ അനേകരെ പ്രയോജനപ്പെടുത്തുവാൻ, അനേകരെ നേടുവാൻ പിന്നെയും ദൈവം സഹായിക്കണം. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആമേൻ അതിലെ മുത്തുകൾ പെറുക്കി അനേകർക്ക് കൊടുക്കുവാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് സഹായിക്കണം, ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളാലും നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയിൽ കൂടി നടത്തപ്പെടുന്ന ഈ ബൈബിൾ ക്ലാസ് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത സഹോദരിമാർക്കായി സ്തോത്രം. ലതാ ഷാജി സഹോദരി ഓർക്കുന്നു. ദൈവം ബലപ്പെടുത്തണം, സഹായിക്കണമേ കർത്താവേ. സിനി ബാബു സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ബലപ്പെടുത്തണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഫൗണ്ടർ ചെയർമാനായിരിക്കുന്ന തോമസ് ഞങ്ങളെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റെല്ലാ കോർഡിനേറ്റേഴ്സിനെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രവർത്തനത്തെ ദൈവവിശാലതയിലേക്ക് കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവി നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെ സഹവാസം ഇന്ന് രാത്രിയിൽ ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത സഹോദരിമാരോടും ഈ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത വരെ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ബൈബിൾ